സംസ്ഥാനത്ത് രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടന്നു സ്ഥാനാർത്ഥികൾ. താഴെത്തട്ടിലുള്ള വോട്ടുറപ്പിക്കുന്നതിലാണ് പ്രധാന ശ്രദ്ധ. താരപ്രചാരകർ കൂടി കളത്തിലിറങ്ങുന്നതോടെ വോട്ടർമാർ തങ്ങൾക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. 2019 സമാനമായ മുന്നേറ്റമാണ് UDFന്റെ ലക്ഷ്യം. അല്പം വൈകിയാണ് സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതെങ്കിലും ഇതിനോടകം കളം പിടിക്കാനായി എന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. രാഹുൽ ഗാന്ധി കൂടി ലാൻഡ് ചെയ്യുന്നതോടെ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് ഏകീകരിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. സമൂഹമാധ്യമ പ്രചരണത്തിന് ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് വാർ റൂമും സജ്ജം. നോട്ടവും ന്യൂനപക്ഷ വോട്ടുകളിൽ തന്നെ. പൗരത്വ കേസുകൾ പിൻവലിക്കാനുള്ള നീക്കം അതിനുദാഹരണം. ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെ വികാരമുള്ള വിഭാഗങ്ങളെ അനുനയിപ്പിക്കാനും നടപടികൾ ശക്തം. MP-മാരുടെ എണ്ണം കൂട്ടുന്നതിനൊപ്പം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കലും CPIM-ന് പ്രധാനമാണ്. ദേശീയ പദവി നിലനിർത്താൻ പരമാവധി പിന്തുണയ്ക്കേണ്ടത് കേരളമാണ്. നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായതിനാൽ അടവ് 18 പയറ്റുകയാണ് ഇടതുമുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇടതിന്റെ തുറുപ്പുചീട്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര നേതാക്കൾ പ്രചരണ രംഗത്ത് സജീവമാകുന്നതോടെ കാറ്റ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. 3 മുന്നണികൾക്കും അഭിമാന പോരാട്ടമായതിനാൽ അവകാശവാദങ്ങൾ ആവർത്തിക്കുന്നുണ്ട് നേതാക്കൾ. അപ്പോഴും അടിയൊഴുക്കുകളിൽ വലിയ ആശങ്കയുമുണ്ട്. അതുകൊണ്ടുതന്നെ താഴെത്തട്ടിലുള്ള വോട്ടുറപ്പിക്കാൻ പ്രത്യേക പദ്ധതികളാണ് മുന്നണികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.